ഞാനിവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. ഭാര്യവീട്ടിൽ മരുമകന് പരമസുഖം. അമ്മായിയമ്മ മതിയാവോളം മരുമകന് കൊടുത്ത സുഖത്തിന്റെ അനുഭവം. അന്ന് രാത്രി ആ വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രം. ഭാര്യയെ സ്വന്തം വീട്ടിൽ ആക്കിയ ശേഷമാണ് മരുമകൻ ആ രാത്രി വന്നത്. രാത്രി മുഴുവൻ ആ വീട്ടിൽ അവർ രണ്ടുപേരും ശരിക്കും ആഘോഷിച്ചു. ഇനിയുണ്ടായ സംഭവത്തിലേക്ക് വരാം. സുന്ദരിയായ മകൾ അമ്പിളിയെ സുമുഖനായ ശ്യാമിന് കല്യാണം ചെയ്തു കൊടുത്തപ്പോൾ ശ്രീദേവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഭർത്താവ് മരിച്ചുപോയി രണ്ടു പെൺമക്കളെയും വളർത്തിക്കൊണ്ടുവന്നതിന്റെ ബുദ്ധിമുട്ട് ശ്രീദേവിക്ക് അറിയൂ. അമ്പിളി ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ശ്രീദേവിയുടെ ഒരു കൂട്ടുകാരി വഴി വന്ന ശ്യാമിന്റെ ആലോചന വേണ്ടാന്ന് വെക്കാൻ ശ്രീദേവിക്കായില്ല. ശ്രീദേവിക്ക് പ്രായം അധികം ആയില്ലെങ്കിലും അമ്പിളിയെ കൂടുതൽ പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും മകളെ ഒരു നല്ല നിലയിലാക്കാൻ വന്ന അവസരം ശ്രീദേവി കളഞ്ഞില്ല. ഇനിയിപ്പോൾ അമ്പിളിയുടെ താഴെയുള്ള അനിതയുടെ കാര്യമേയുള്ളൂ. അനിത +2 പഠിക്കുന്നു. ശ്യാമിന് ബാങ്കിലാണ് ജോലി. ശ്യാമിന്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയിരുന്നു. ഒരു പെങ്ങൾ വിവാഹിത ആണ്. കുടുംബസമേതം കുവൈറ്റിലാണ്. അമ്മയുടെ മൂത്ത സഹോദരന്റെ കൂടെയാണ് ശ്യാം താമസിക്കുന്നത്. ശേഖര മേനോൻ. ശ്യാമിന്റെ അമ്മാവന്റെ പേര്. ഇപ്പോൾ പ്രായമായി. മേനോൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. വീട്ടുജോലിക്ക് ഒരു സ്ത്രീ വന്നു പോകുന്നുണ്ട്. ശ്യാമിനു അമ്പിളിയെ വലിയ കാര്യമാണ്. ഇടയ്ക്കൊക്കെ അവളെയും കൊണ്ട് വീട്ടിൽ ചെല്ലും. ശ്രീദേവിക്കും വളരെ സന്തോഷം. അനിതക്കും ചേട്ടനെ കാര്യമാണ്. ശ്രീദേവിയെ ശ്യാം അമ്മയെ പോലെയാണ് കണ്ടിരുന്നത്. അങ്ങനെ ശ്യാമിന്റെയും അമ്പിളിയുടെയും ജീവിതം സന്തോഷത്തോടെ പോകുമ്പോൾ അമ്പിളി ഗർഭിണിയായി. എല്ലാവർക്കും സന്തോഷമുള്ള വാർത്ത. പക്ഷേ അമ്പിളിക്ക് ശാരീരികമായ പല പ്രശ്നങ്ങളും അതിന്റെ കൂടെ ഉണ്ടായി. അതായിരുന്നു അമ്പിളിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയിരുന്നത്. ശ്യാമിന് കളിക്കാൻ പറ്റാത്തതിൽ ദേഷ്യമായി. ശ്യാമിന്റെ പരാതികൾ നീണ്ടുപോയി. കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാനായി അമ്പിളി ചെന്നപ്പോൾ ശ്രീദേവിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അമ്പിളിയുടെ വിഷമം കണ്ടു വീണ്ടും ചോദിച്ചപ്പോൾ അമ്പിളി പറഞ്ഞതാണ്. ശ്രീദേവിക്ക് മോളുടെ കാര്യം ഓർത്ത് സങ്കടമായി. അവസാനം ശ്രീദേവി ഒരു തീരുമാനമെടുത്തു. അമ്പിളിയെക്കൊണ്ട് ശ്രീദേവി ശ്യാമിനെ വിളിച്ചു വരുത്തി. ശ്രീദേവി ശ്യാമിനോട് നയത്തിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും ശ്യാം അമ്പിളി സഹകരിക്കാതെ പറ്റില്ല എന്ന് കടുംപിടുത്തം പിടിച്ചു നിന്നു. ഞാൻ അമ്പിളിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്ന് ഒരു തീരുമാനം എടുക്കാം എന്നും ശ്രീദേവി പറഞ്ഞു. ഒന്ന് കറങ്ങിയിട്ട് വാ. അധികം കുടിക്കണ്ട എന്ന് ശ്രീദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കുടിച്ചാലും താൻ കുടിച്ചാലും മമ്മിക്ക് കുഴപ്പമില്ല എന്ന് ശ്യാം മനസ്സിലാക്കി. തന്റെ തീരുമാനം അമ്പിളിയോട് പറഞ്ഞപ്പോൾ അമ്പിളി ഞെട്ടിപ്പോയി. വല്ലയിടത്തും നടക്കുന്ന കാര്യമാണോ? ശ്യാം സമ്മതിക്കുമോ? അമ്മക്ക് ഇത് എങ്ങനെ പറ്റും? എന്ന് തുടങ്ങി 100 ചോദ്യങ്ങൾ അമ്പിളി ശ്രീദേവിയോട് ചോദിച്ചു. അതൊക്കെ ഞാൻ ശരിയാക്കാം. നിന്റെ കുടുംബ ജീവിതമാണ് വലുത്. അനിതയുടെ കാര്യവും ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അമ്പിളിയെ സമ്മതിപ്പിച്ചു. അമ്പിളിക്കും വേറെ വഴിയില്ലാതെ വന്നു. വേറെ എന്ത് ചെയ്യണം എന്ന് അവൾക്കും അറിയില്ലായിരുന്നു. അനിതയോട് നേരത്തെ കിടന്നോളാൻ ശ്രീദേവി പറഞ്ഞു. അനിത ചോദിച്ചപ്പോൾ ശ്യാമിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ വേണം. അവന് വേറെ ആരേലും കേൾക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ശ്രീദേവി പറഞ്ഞു. അടുത്ത ഭാഗം മറ്റൊരു വീഡിയോയിൽ. ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.